ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തവരുടെ ശ്രദ്ധയ്ക്ക് ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് ആ ടിക്കറ്റിൻ്റെ സമ്മാനത്തുക കിട്ടാനോ ആ ടിക്കറ്റിന് ആർക്കാണ് സമ്മാനം അടിച്ചതെന്ന് അറിയാനോ കഴിയില്ല. അത്തരത്തിലുള്ളൊരു പണിയാണ് ഈ സർക്കാർ തന്നിരിക്കുന്നത്. അതായത് വൻകിട ലോട്ടറി മാഫിയകൾക്ക് വേണ്ടി തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ച് കേരള സർക്കാർ. ലോട്ടറി തൊഴിലാളികളെയും ലോട്ടറി വാങ്ങിയവരെയും വഞ്ചിക്കുകയാണെന്നാണ് ദേശീയ അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ നഹാസ് പറയുന്നത്. ഓണം ബമ്പർ സംസ്ഥാനത്തെ മുഴുവൻ ലോട്ടറി ഓഫീസുകളിലും 21-ാം തീയതി ഞായറാഴ്ച വിറ്റ് തീർന്നതാണ്. പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാർക്ക് ഞായറാഴ്ച ഓഫീസിൽ നിന്നും ആവശ്യത്തിന് ടിക്കറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വൻകിട ഏജന്റുമാർ 10,000-കണക്കിന് ടിക്കറ്റുകൾ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ സ്റ്റോക്ക് ചെയ്തു. നിലവിൽ ഒരു ചെറുകിട ഏജന്റിന്റെയോ തൊഴിലാളിയുടെയോ കൈവശം വിൽപ്പനയ്ക്ക് ഒരു ടിക്കറ്റ് പോലും ഇല്ലാതിരിക്കെ വൻപൻ മുതലാളിമാരിൽ ടിക്കറ്റ് സ്റ്റോക്കുണ്ട് എന്ന കാരണത്താൽ നറുക്കെടുപ്പ് മാറ്റിവെച്ചത് തൊഴിലാളികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിലവിൽ സാധാരണക്കാരനായ ഒരു തൊഴിലാളിയുടെ കയ്യിലും ടിക്കറ്റില്ല. തൊഴിലാളികളിൽ ഏറിയ പങ്കും അംഗപരിമിതരോ തെരുവോരത്ത് വെയിലും മഴയുമേറ്റ് നടന്ന് ലോട്ടറി വിൽക്കുന്നവരോ ആണ്. നറുക്കെടുപ്പ് നിശ്ചിത തീയതിയിൽ നടന്നില്ല എങ്കിൽ ഇവരുടെയെല്ലാം ജീവിതം താറുമാറാകും. അടുത്ത ദിവസത്തെ ടിക്കറ്റ് വാങ്ങുവാൻ ഇവർ വളരെ ബുദ്ധിമുട്ടും. നറുക്കെടുപ്പ് മാറ്റിവെച്ച തന്നെ വൻകിട കുത്തക മുതലാളിമാർ ബമ്പർ ടിക്കറ്റുകൾ തൊഴിലാളികൾക്ക് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച് റീറ്റെയിൽ മാത്രം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ലോട്ടറിക്കാരുടെ കൈവശം പേരിന് പോലും ഇപ്പോൾ ടിക്കറ്റ് ഇല്ല. എന്നാൽ കുത്തക മുതലാളിമാരുടെ കൈവശം ടിക്കറ്റ് യഥേഷ്ടം സ്റ്റോക്കുണ്ട്. ഇത് വൻ ഗൂഢാലോചനയുടെയും അഴിമതിയുടെയും ഭാഗമാണോ എന്നും വ്യാജ ലോട്ടറി ടിക്കറ്റ് വിറ്റഴിക്കാനുള്ള നീക്കമാണോ എന്നും സംശയിക്കുന്നതായാണ് ആരോപണം ഉയരുന്നത്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ GST ലോട്ടറിക്ക് 40% GST ആണ് ഉയർത്തിയത്. ഇതുമൂലം സർക്കാർ ഇപ്പോൾ ഈ അതായത് ടിക്കറ്റിൻ്റെ സമ്മാനം പ്രഖ്യാപിക്കുന്ന തീയതിയൊക്കെ മാറ്റിവെച്ച ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതുവരെ ഓണം ബമ്പർ വിജയി ആരാണ് എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതായത് ബമ്പർ നറുക്കെടുപ്പ് ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ് സർക്കാർ. ഒക്ടോബർ 4-നാണ് 25 കോടിയുടെ ഭാഗ്യശാലി അറിയാൻ സാധിക്കുക. 2 വർഷം മുമ്പ് ബമ്പർ അടിച്ച തിരുവനന്തപുരത്തെ അനൂപിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വന്നു. ഒന്നാം സമ്മാനക്കാരന് എത്ര രൂപ കയ്യിൽ കിട്ടും, എത്ര രൂപ നികുതി കൊടുക്കണം തുടങ്ങിയ ചർച്ചകൾ സജീവമാണ്. ഈ വേളയിലാണ് ലാഭം ഇത്തവണയെങ്കിലും കനിയണേ എന്ന് കരുതി 90 ടിക്കറ്റ് എടുത്തു വച്ചിരിക്കുന്ന കണ്ണൂരുകാരൻ മാധ്യമങ്ങളിൽ നിറയുന്നത്. പഴയങ്ങാടി സ്വദേശി പ്രകാശനാണ് ഭാഗ്യം പരീക്ഷിക്കാൻ കൈവിട്ട നീക്കം നടത്തുന്നത്. കഴിഞ്ഞ തവണ 100 ടിക്കറ്റ് എടുത്തിരുന്നു. 90 ടിക്കറ്റ് എടുക്കാൻ 45,000 രൂപ വേണം. നിങ്ങൾ എന്തൊരു മണ്ടരാണ് എന്ന് ചോദിക്കുന്നവരോടും പ്രകാശിന് പറയാൻ മറുപടിയുണ്ട്. ചെറുപ്പം മുതൽ ലോട്ടറി എടുക്കുന്നുണ്ട് പ്രകാശൻ. എന്നെങ്കിലും നല്ലൊരു തുക അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും. പെങ്ങൾക്ക് ചെറിയ ഓടിട്ട വീട് വയ്ക്കണം എന്നത് മാത്രമാണ് ആഗ്രഹം. 1 കോടി അടിച്ചാൽ മതി. ഒന്നാം സമ്മാനമൊന്നും പ്രകാശൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ തവണ 100 ടിക്കറ്റാണ് എടുത്തത്. ഇത്തവണ ഇതുവരെ 90 എണ്ണം എടുത്തിട്ടുണ്ട്. ലോട്ടറി പിരാന്ത് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരെ പ്രകാശൻ കാര്യമാക്കുന്നേ ഇല്ല. അദ്ദേഹം ചെറുപ്പം മുതലേ ചെയ്തു വരുന്നതാണിത്. നാടൻ പണിക്ക് പോയി പണമുണ്ടാക്കി ചെറിയ തുക ലോട്ടറിക്ക് മാറ്റിവെക്കുകയാണ് പ്രകാശന്റെ പണ്ട് മുതലേയുള്ള ശീലം. അതിപ്പോഴും തുടരുന്നു. ഇപ്പോൾ പ്രായമായി. ഇത്തവണയെങ്കിലും അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രകാശൻ. 90 ടിക്കറ്റ് എടുക്കാൻ 45,000 രൂപ ചിലവ് വന്നു. രാവിലെ മുതൽ ഉച്ചവരെ പണിക്ക് പോയാൽ 1000 രൂപ കിട്ടും. ഉച്ചയ്ക്ക് ശേഷം മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ദിവസം 2,000 രൂപയോളം സമ്പാദിക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് തുക മാറ്റിവെച്ചിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ചെറിയ തുക അടിച്ചിട്ടുമുണ്ട്. ഇത്തവണ ബമ്പർ ഭാഗ്യം കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് പ്രകാശൻ. 30 കൊല്ലമായി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പ്രകാശൻ ഓണം ബമ്പർ നറുക്കെടുപ്പ് തുടങ്ങിയ കാലം മുതൽ പരീക്ഷിക്കുന്നുണ്ട്. മറ്റു ദുർച്ചെലവുകളൊന്നുമില്ല. പാലക്കാട് നിന്നെടുക്കുന്ന ടിക്കറ്റുകൾക്കാണ് ഭാഗ്യമെന്ന വിശ്വാസമൊന്നും പ്രകാശനില്ല. ഭാഗ്യം പഴയങ്ങാടി തമ്പുരാൻ നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രകാശൻ. കളിയാക്കുന്നവർക്ക് അത് തുടർന്നോട്ടെ, ലോട്ടറി അടിച്ചിട്ട് വേണം സന്തോഷിക്കാൻ എന്ന മട്ടിലാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം കൂടി ചിലർ കളിയാക്കിയത്രേ. നിനക്കൊരിക്കലും ലോട്ടറി അടിക്കില്ല എന്ന് പരിഹസിച്ചവരുമുണ്ട്. വലിയ വണ്ടിയും മറ്റുമൊന്നും ആവശ്യമില്ല. പെങ്ങൾക്ക് വീട് വയ്ക്കണമെന്ന ആഗ്രഹം മാത്രം. അടച്ചുറപ്പില്ലാത്ത വീടായതിനാൽ അവിടെ ലോട്ടറി സൂക്ഷിക്കാനാവില്ല. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
അതായത് ഓണം ബമ്പർ ഇനി എങ്ങനെയാകും ഓണം ബമ്പർ, ഭാഗ്യവാൻ ആരാണ് എന്നൊക്കെയുള്ളതിൻ്റെ ഇടയിൽ ഈ GST സർക്കാരിന് കൊടുത്തൊരു പണിയൊക്കെ വല്ലാതെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും ഇനി ഒക്ടോബർ 4-ാം തീയതി നടക്കുന്ന ഓണം ബമ്പർ? അതേസമയം ഓണം ബമ്പർ അടിച്ച അനൂപ്, കഴിഞ്ഞ തവണ 25 കോടി അടിച്ച അനൂപിന് പറയാനുള്ളത്, ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ആരൊക്കെയാണ് ഭാഗ്യവാന്മാർ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. ഈ സാഹചര്യത്തിൽ 2022 ഓണം ബമ്പർ അടിച്ച അനൂപിന് പുതിയ ഭാഗ്യശാലികളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എത്ര പൈസ അടിച്ചാലും 6 മാസം ആരോടും പറയാതിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. പണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നമ്മളോട് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാകും. ബന്ധങ്ങൾ തകരാൻ വലിയ സമയം വേണ്ട. പൈസയുടെ രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ടാക്സിൻ്റെ കാര്യം പലർക്കും അറിയില്ല. ക്യാഷ് ഉള്ളവരുടെ കയ്യിലേക്കാണ് വരുന്നതെങ്കിൽ അവർക്കൊരു ധാരണ കാണും, അല്ലാത്തവർക്ക് അതുണ്ടാകില്ല. 6 മാസം ക്യാഷ് തൊടാതിരിക്കുക. 25 കോടി ആദ്യം കൊണ്ടുവന്നപ്പോൾ എനിക്കാണ് അടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വലുതായൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, അടിച്ചു കഴിഞ്ഞാൽ ആരോടും പറയരുത്. നമ്മുടെ വീട്ടിൽ ധാരാളം ആളുകൾ വരും. എനിക്ക് 2-3 മാസം വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ പോലും പോകാൻ പറ്റിയില്ല. ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കണമെങ്കിൽ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഡയറക്റ്റായി ബാങ്കിലാണ് കൊടുത്തത്. 1 മാസം കൊണ്ട് കാശ് കിട്ടി. ലോട്ടറി ഓഫീസിലാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കാശ് കിട്ടും. അതെനിക്കറിയില്ലായിരുന്നു. ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതാണ് നല്ലത്. ഓരോ സ്കീമും കാര്യങ്ങളും ടാക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും. പലരും പറയുന്നുണ്ട് ലോട്ടറി പൈസ നശിച്ച പൈസയാണ്, കയ്യിൽ നിൽക്കില്ല എന്ന്. പലരും പലതും പറയും. നമുക്കൊരു 5 രൂപ കിട്ടിയാലും ആഡംബരം കാണിക്കാതെ ബുദ്ധി ഉപയോഗിച്ച് ഇരട്ടിപ്പിക്കുക. ഞാൻ 2 വർഷം ആ പൈസ തൊട്ടിട്ടില്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമായിരുന്നു, സിനിമ എടുക്കാമായിരുന്നു. അങ്ങനെ പല ജോലികൾ വന്നു, ഞാൻ ഒന്നും ചെയ്തില്ല. ആ പൈസ ഫിക്സഡായിട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ടേ ചെയ്തിട്ടുള്ളൂ. ബമ്പർ അടിച്ച സമയത്ത് സന്തോഷമുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചു. അതെനിക്ക് വലിയ മണ്ടത്തരമായിപ്പോയി. ആരെ കയ്യിലാണോ പൈസ ഉള്ളത് അവരോട് ആളുകൾ ചോദിക്കും. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റേതായ കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി. ചോദിച്ചു വരുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നവുമാണ്. അപ്പോൾ കൃത്യമായി അനൂപ് കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഇത്തവണ 25 കോടി അടിച്ചാലും നമുക്ക് കിട്ടുന്നത് 12,88,26,000 രൂപയാണ് നമ്മുടെ കയ്യിൽ. എല്ലാ ടാക്സും കാര്യങ്ങളും ഒക്കെ പോയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആർക്കാണെങ്കിലും ഇപ്പോൾ ഒക്ടോബർ 4-ന് നറുക്കെടുപ്പ് നടക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. നറുക്കെടുപ്പ് നടന്നാലും ഇനി അത് മാറ്റിവെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാഗ്യശാലി അറിയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ചിലവാക്കണം. കാരണം ഇത് ബാങ്കിലിട്ടാലും ഇതിന് ടാക്സ് ഉണ്ട്, ടാക്സ് അടയ്ക്കണം നമ്മളപ്പോൾ. അതൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ഇരട്ടി ബാധ്യതകൾ നമുക്കുണ്ടാകും. കിട്ടിയതിൻ്റെ ഒരു ഇരട്ടി ബാധ്യത നമുക്കുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചും മനസ്സിലാക്കിയൊക്കെ വേണം നിങ്ങൾ ഈ ഓണം ബമ്പർ എടുക്കുന്നവരും ഒക്കെ അത് സൂക്ഷിക്കാൻ. കാരണം ഇനി എടുക്കുന്നവർക്ക്, ഇപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു, ഇനി എടുക്കുന്നവർക്ക് 40% ഒക്കെ ടാക്സാണ്, നികുതിയാണ് വരുത്തിയിരിക്കുന്നത്. കാരണം ഈ ലോട്ടറിക്കും മദ്യത്തിനുമാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. അപ്പോൾ ആ വരുമാനം ഇപ്പോൾ വലിയ ഇടി വിട്ടി വീഴും പോലെയാണ് കേന്ദ്രത്തിൻ്റെ GST ഇതൊക്കെ നിലവിൽ വന്നത്. അപ്പോൾ ലോട്ടറിക്ക് കേരളത്തിലാണ് പേപ്പർ ലോട്ടറി ഗവൺമെൻറ് അംഗീകൃതമായി വിൽക്കുന്നത്. പശ്ചിമ ബംഗാളിലാണെങ്കിൽ സ്വകാര്യ വ്യക്തികളാണ് ഗവൺമെൻറ് അംഗീകാരത്തോടെ. ഇവിടെ ഗവൺമെൻറ് തന്നെയാണ് ലോട്ടറി വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. എന്തായാലും ബമ്പർ എടുത്ത ഏത് ഭാഗ്യവാന്മാരായാലും അത് കൃത്യമായി സൂക്ഷിച്ച് അത് ചിലവാക്കാൻ ശ്രമിക്കുക.